ഹൗസിനകത്ത് പോലും ഇത്രത്തോളം എന്താ പറയുക മാനസികമായിട്ട് വിഷമം നേരിട്ട വേറൊരു മത്സരാർത്ഥി എനിക്ക് തോന്നുന്നില്ല ഉണ്ടാകുമെന്ന്. ഇപ്പോൾ ഒരു മറുപടി നല്ലൊരു ശക്തമായ മറുപടി തന്നെയാണ് അനുമോള് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം നീയൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും എടാ ഞാൻ കപ്പും കൊണ്ടേ പോകുള്ളൂ എന്നുള്ളത് ഒരു വാശി. ഒരു സർവൈവൽ ഗെയിമാണ്. അതിനകത്ത് പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും പുറത്ത് പോയിട്ട് ഒരു ലൈഫ് ഉണ്ട്. ഈ ഒരു ഷോയ്ക്കകത്ത് ഗെയിമിന് വേണ്ടിയിട്ട് പലതും പറയും. അതിപ്പോ അനുമോൾ ആയിരുന്നാലും മറ്റു മത്സരാർത്ഥികളാണെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെ ജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്നവർ തന്നെയാണ് നമ്മുടെ ഒരു ചേച്ചി. അങ്ങനെ നമ്മളെ ബിഗ് ബോസിന്റെ സീസൺ 7 അങ്ങനെ ഒരു അവസാനം കണ്ടില്ലേ? അതെ അതെ അതെ, പ്രേക്ഷകരുടെ സ്വന്തം അനുമോൾ അങ്ങനെ അവസാനം നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 കപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ്. കരച്ചിലിന്റെ ഒടുവില് അനുമോൾ അങ്ങനെ സ്വന്തമാക്കി. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ ഇത്രയോളം ഒരു കണ്ടന്റ് ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് വേറെ ഇല്ല എന്ന് തന്നെ തോന്നുന്നു. എന്തായാലും അനുമോള് ഒരു 100% അതിനകത്ത് കാണിച്ച ഗെയിമിന് എന്തായാലും ഒരു പ്രതിഫലം എന്നോണം എന്തായാലും വേട്ടയാടിയ ഒരാളായിരുന്നു. എല്ലാരും ഒരുപാട് പേര് പറയുന്നുണ്ട് ചേച്ചി, ഒരുപാട് പേര്. ഇപ്പം സീക്രട്ട് ഏജന്റ് അടക്കം എനിക്ക് ഒന്ന് പറയുന്നുണ്ടായിരുന്നു അനുമോളോളം ഈ ഒരു സീസൺ 7 വരെ ഇത്രത്തോളം ആരും ഇങ്ങനെ ഒരു ആക്രമണത്തിന് വിധേയമായി. സൈബർ ബുള്ളിംഗ് ആയിരുന്നാലും ശരി, ഒരുപാട് ചർച്ചകൾ വന്നതായിരുന്നു. ഹൗസിനകത്ത് പോലും ഇത്രത്തോളം എന്താ പറയുക മാനസികമായിട്ട് വിഷമം നേരിട്ട വേറൊരു മത്സരാർത്ഥി എനിക്ക് തോന്നുന്നില്ല ഉണ്ടാകുമെന്ന്. എന്തായാലും ഒരു അയൺ ലേഡി തന്നെയാണ് മനസ്സിലായില്ലേ? ഈ കളിയാക്കിയവർക്കും ഈ പുച്ഛമായിട്ട് പറഞ്ഞവർക്കും നല്ലൊരു ശക്തമായ മറുപടി തന്നെയാണ് അനുമോള് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം നീയൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും എടാ ഞാൻ കപ്പും കൊണ്ടേ പോകുള്ളൂ എന്നുള്ളത് ഒരു വാശി. ഞാൻ പറഞ്ഞ പോലെ ഒരു അയൺ ലേഡി തന്നെയാണ്. കാരണം ഇപ്പം ചേച്ചി പറഞ്ഞതുപോലെ നമുക്കറിയാം പല സന്ദർഭങ്ങളിലും എന്തെങ്കിലും പറഞ്ഞ് പുള്ളിക്കാരിയുടെ ഭാഗം ശരിയാക്കുന്ന സമയത്ത് ഫുൾ കരച്ചിലാണ്. പമ്പം കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ സ്റ്റേറ്റ് അവാർഡ് അല്ലെങ്കിൽ ഒരു അവാർഡ് കൊടുക്കണം കരച്ചിലിന്. അതെ അതെ, അമ്മാതിരി കരച്ചിലാണ്. പുള്ളിക്കാരിയുടെ ഒറിജിനൽ ക്യാരക്ടർ അങ്ങനെ തന്നെ ആയിരിക്കാം. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഞങ്ങള് ചേച്ചിക്ക് അറിയാലോ, ഞങ്ങൾ പുള്ളിക്കാരിയുടെ നാട്ടിൽ പോയിട്ട് അവിടുത്തെ ആൾക്കാരോടും ബന്ധുക്കളോടൊക്കെ ചോദിച്ചപ്പോ അനുമോൾ അങ്ങനെ തന്നെയാണ്. സാധാരണ ഒരു നാട്ടിൻ പുറത്തുകാരി വിഷമം വരുമ്പോ കരയത്തില്ലേ, ആ ഒരു സ്വഭാവം തന്നെയാണ് അനുമോൾ അതിനകത്ത് കാണിക്കുന്നതെന്ന്. എന്തായാലും അനുമോളുടെ നല്ലൊരു ഗെയിമിന് നല്ലൊരു പറയാനുള്ളത്, ഇത്രയും ശക്തന്മാരായ ശത്രുക്കള് ആണുങ്ങളിൽ നിന്ന് ഒരു പെണ്ണ് കപ്പ് വീണ്ടും രണ്ടാമതൊരു പെൺകുട്ടി. നമുക്കറിയാം സീസൺ 4 ആദ്യമായിട്ട് ഒരു വനിതാ മത്സരാർത്ഥിക്ക് കപ്പ് കിട്ടുന്നത് നമ്മുടെ ദിൽഷ പ്രസന്നൻ. അതിനുശേഷം വീണ്ടും ഒരു വനിതാ മത്സരാർത്ഥിക്ക് എന്ത് കിട്ടിയിരിക്കുകയാണ്? അതൊരു സന്തോഷമാണ്. നമുക്ക് എല്ലാവർക്കും നമ്മൾ പോലും പല സമയത്തും വിചാരിച്ചു പോയിട്ടുണ്ട്, അയ്യോ നമ്മളാണെങ്കിലും ഇങ്ങനെ പിടിച്ചു നിൽക്കുമോ. പല സന്ദർഭങ്ങളിലും ഈ മുൻ മത്സരാർത്ഥികൾ വന്ന സമയത്ത് അറിയാം കൂട്ടത്തോടുള്ള ഒരു ആക്രമണം. ശൈത്യ വരുന്നു, പോകുന്നു, ബിൻസി, അങ്ങനെ ഓരോരുത്തരും നമ്മുടെ പക്ഷെ പുള്ളിക്കാരിയുടെ ചില സമയത്തുള്ളൊരിത് നിനക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? വല്ലതും പറയാനുണ്ടെങ്കിൽ നീ അങ്ങ് പറഞ്ഞിട്ട് രീതി ചേച്ചി. അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം എപ്പോഴും ഗെയിമാണല്ലോ ചേച്ചി. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഞങ്ങൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു സർവൈവൽ ഗെയിമാണ്. അതിനകത്ത് പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. എന്തായാലും വിജയിച്ചു. പലരും PR അതാണ് ഇതാണ് പിൻബലത്തിലാണ് അതെ അനുമോൾക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞിരുന്നാൽ പോലും ചേച്ചി പറഞ്ഞതുപോലെ അതിനും ഒരു പരിധിയുണ്ട്. നമ്മളെ പ്രേക്ഷകരും കൂടെ വിചാരിച്ചിരുന്നാലും നമുക്കറിയാം അനുമോൾ എന്ന് പറയുന്നത് ബിഗ് ബോസിന് വരുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു ഫാൻ ഫോളോയിങ് ഉള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ്. സ്റ്റാർ മാജിക്കിലൂടെ സീരിയലിലൂടെ ആയാലും ഒരുപാട് PR വർക്കിൻ്റെതെന്ന് പറയുന്നത് അത് പുറത്താണ്. അതിനകത്ത് 1 മിനിറ്റ് കൊണ്ട് പൈസ ശേഖരിച്ച് കാറിനകത്ത് നിന്ന് എടുത്തോണ്ട് വരാൻ കൊടുക്കുന്നവരുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പൈസ കൊണ്ടുവന്നല്ലോ 1,40,000. അത് PR ആണോ പോയി എടുത്തു കൊടുത്തത്? ഒരിക്കലും അല്ല. അത് അവളുടെ കഴിവും ഓട്ടവും ടാസ്ക് ആയിരുന്നാലും ചേച്ചി അത് പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ടിക്കറ്റ് ഫിനാലയിലായിരുന്നാലും എനിക്കൊന്ന് 3rd പൊസിഷനിൽ എന്തോ ആയിരുന്നു അനുമോൾ. പിന്നെ പലതും അവളെ മനഃപൂർവ്വം കൂടെയുള്ള മത്സരാർത്ഥികള് തകർക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ BB മാരത്തോൺ ടാസ്കിൽ നമുക്കറിയാം നമ്മുടെ കിലിക്ക സിനിമയിലെ
രേവതി മാമിന്റെ ചെയ്യുന്നുണ്ട്. ഏറ്റവും അടിപൊളിയായിട്ട് വിന്നറായ ആര്യനെക്കാട്ടി കാവ്യ മാധവൻ ചെയ്തതിന്നും കാട്ടി ബെറ്റർ എന്ന് തോന്നുന്നു എനിക്ക്. അടിപൊളിയായിട്ട് നമ്മുടെ രേവതി മാമിന്റെ അല്ല, രേവതിക്ക് അതിന്റെ കിലുക്കം പാർട്ടി 2 കാവ്യ മാധവനെ കൊണ്ട് പറ്റിയില്ല. അതിനേക്കാളും ബെറ്റർ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത് പോലെ ആര്യനെക്കാട്ടിയും ഡിസേർവിംഗ് ആ ടാസ്ക് വിൻ ചെയ്യാൻ നമ്മുടെ ആർക്കായിരുന്നു? അനിമോൾക്കായിരുന്നു. പക്ഷെ നെവിന്റെ ഒരു ചെറിയൊരു ഗെയിം ഒരു ചോക്ക് പൗഡർ പൊടിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നതിലൊക്കെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. കാരണം അനിമോൾക്ക് ആ ടാസ്ക് നഷ്ടമായി. നമുക്ക് എല്ലാവർക്കും അറിയാം പല ടാസ്കുകളും അനിമോള് ജയിക്കണ്ട എന്ന് പല കോ കണ്ടസ്റ്റന്റ്സും മനസ്സിൽ ഉറപ്പിച്ചിരുന്നത് കാരണമാണ് പല മത്സരങ്ങളിലും എനിക്ക് തോന്നുന്നു അനിമോൾക്ക് വിൻ ചെയ്യാതെ പോയത്. അതുപോലെ അനിമോൾക്ക് ഈ സീസണിലെ ക്യാപ്റ്റൻ ഒന്നും ആവാൻ പറ്റിയിട്ടില്ല. ഇന്നലെ അത് പറയുന്നുണ്ടല്ലേ, അനിമോള് മാത്രമേ. അപ്പോ പറയുന്നു നൂറ വരെ ക്യാപ്റ്റനായി. ഉടനെ അതിൽ അക്ബർ അയ്യോ, അപ്പൊ അതെന്താ നൂറ വരെ എന്ന് പറയുമ്പോ, പക്ഷെ അത് ബിഗ് ബോസ് അനിമോള് പറയുന്നതിൽ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോള് കണ്ടുപിടിച്ചിട്ട് അതിൽ കയറി പറയാനായിട്ടായിരുന്നു. പക്ഷെ എന്ത് തന്നെയായിരുന്നാലും എല്ലാ ആണുങ്ങൾക്കുമുള്ള ഒരു ആണുങ്ങൾക്ക് മാത്രമല്ല അനിമോളെ കളിയാക്കിയവരും തരം താഴ്ത്തിയവരും പുച്ഛിച്ചവരും അവളെ പറഞ്ഞവർക്കും ഒരു തിരിച്ചടി അനിമോൾ കൊടുത്തു. വളരെ നല്ല കാര്യം അനിമോൾ. ഇതായിരിക്കണം ജീവിതത്തിൽ പറയുന്നവനിട്ട് തിരിച്ചു കൊടുക്കുക. ഇത് കണ്ടോടാ എന്ന് പറഞ്ഞിട്ട് എത്ര കരഞ്ഞാലും എന്തൊക്കെ ചെയ്തിരുന്നാലും കപ്പ് നേടിയാലും അതിന് ഞങ്ങൾക്കും സന്തോഷം, ഞങ്ങളുടെ വക ഒരു അഭിനന്ദനം അല്ലേ. കാരണം ഇത്രയും മിടുക്കിയായിട്ട് നിന്നില്ലേ, ഇത്രയും ആണുങ്ങളെ കൂടെ നിന്ന് ഫൈനൽ വരെ നിന്ന് ജയിച്ച് കപ്പ് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല. എന്തായാലും ഈ ഷോ കഴിഞ്ഞാലും എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളൊരു കാര്യമാണ്, എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്. ഗെയിം അവിടെ കഴിഞ്ഞു. സീസൺ 7 നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 അങ്ങ് കഴിഞ്ഞു. അതിനകത്തുള്ള കാര്യം ഇപ്പം മറ്റു മത്സരാർത്ഥികളോടും കൂടിയാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു പോയിട്ട് ഒരു ലൈഫ് ഉണ്ട്. ഈ ഒരു ഷോയ്ക്കകത്ത് ഗെയിമിന് വേണ്ടിയിട്ട് പലതും പറയും. അതിപ്പോ അനിമോൾ ആയിരുന്നാലും മറ്റു മത്സരാർത്ഥികളായിരുന്നാലും എല്ലാവരും അങ്ങനെ തന്നെ ജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്നവരെ തന്നെയാണ് നമ്മുടെ ഒരു 99% മനുഷ്യർ അങ്ങനെ. എനിക്ക് എന്ത് നമ്മൾ മത്സരത്തിന് എനിക്ക് ജയിക്കണം, ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. അതിന്റെ പേരിൽ പലതും പറയും. അത് നമ്മൾ പേഴ്സണൽ ആയിട്ട് എടുത്ത് ഇനി ജീവിതത്തിലോട്ട് കൊണ്ടുപോകാതിരിക്കാനായിട്ട് എല്ലാവരും അവരവരുടെ ഒരു ലൈഫിലോട്ട് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ എന്താണോ ആയി തീരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക. അനിമോൾക്കും എല്ലാ കൺഗ്രാറ്റുലേഷൻസും നേരെയാണ്. ഒരുപാട് ഷോസും ഒരുപാട് ഇനാഗുറേഷൻസും ഒരുപാട് സീരിയൽസും ഒക്കെ അനിമോൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഉറച്ചു തന്നെ പറയാല്ലേ, നമുക്ക് അനിമോൾക്ക് കപ്പ് കിട്ടിയതിൽ നമ്മളും സന്തോഷിക്കുന്നുണ്ട്. വലിയ എന്ത് പറയാനായിട്ട് അഭിനന്ദനം കുറച്ചൊന്നുമല്ല. അനുരാഗം ഒരുപാട് സന്തോഷമാണ്. കാരണം അവരും ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഇതൊരു നല്ല സന്തോഷമാണ്. സ്ത്രീകൾ എന്നുള്ള നിലയിൽ നമുക്ക് അഭിമാനിക്കാം അല്ലേ, തീർച്ചയായിട്ടും. എന്തായാലും ബിഗ് ബോസിന്റെ ഇല്ല, എന്തായാലും നമുക്ക് എന്തായാലും ഇനി ഒരു 2 ആഴ്ച എന്തായാലും ബിഗ് ബോസ് തീർന്നിരുന്നാൽ ഇതിന്റെ ഒരു അലയൊലികൾ കാണും തീർച്ചയായിട്ടും. ഇവരുടെ പ്രതികരണങ്ങളും മറ്റും ഒക്കെ ഇനിയും വരും. എന്തായാലും അതിന്റെ ഒരു അപ്ഡേറ്റുമായി ഞങ്ങൾ വീണ്ടും വരേക്കും. ബൈ.